അമ്മേ സ്വർണ്ണമല്ലേ പോയുള്ളൂ. അമ്മ ഇങ്ങനെ കരയാതെ. ഇവിടെ ആരും ചത്തില്ലല്ലോ. ചേച്ചി വിഷമിക്കാതെ. ഗോപാലകൃഷ്ണനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയോ മോനെ? എന്റെ മോന് 101 പവൻ കിട്ടിയെന്ന് അറിഞ്ഞവന്മാരാ ഇത് കട്ടോണ്ട് പോയത്. എനിക്ക് ഉറപ്പാ. ചേച്ചി കരയാതെ, നമുക്ക് അന്വേഷിക്കാം. മോഷണം നടന്ന കാര്യം നിങ്ങൾ എപ്പോഴാ അറിഞ്ഞ? ഇന്ന് രാവിലെ. CS സാറിന്റെ പെങ്ങളെ വീടാണ് അറിഞ്ഞുകൊണ്ട് അവന്മാര് പണിതാ. അത് ഉറപ്പല്ലേ? അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. ഞാനിതെങ്ങനെ സഹിക്കും? നിന്റെ മുന്നിൽ നിന്നാണ് പോയത്? എന്റെ അലമാരി ഗോപാലകൃഷ്ണ സ്വർണം പോയത്. എന്താ നിന്റെ മുറി അലമാരി ഇല്ലായിരുന്നോ? അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമല്ലേ? ചേച്ചിയുടെ ഒരു കാര്യം. മുഴുവൊന്നും പോയിട്ടില്ല, കുറച്ചുകൂടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10-25 പോകാൻ പോയി. സ്വർണം പല സ്ഥലത്തായിട്ടാണോ വെച്ചിരുന്നത്? അല്ല മോനെ, ഒരുമിച്ചാ വെച്ചിരുന്നത്. എനിക്ക് സഹിക്കാൻ വയ്യായേ, ഞാനിപ്പോ ചത്തുപോകും. എനിക്കൊരു തുള്ളി വെള്ളം തായോ. മുഴുവൻ സ്വർണവും കൊണ്ടുപോയിട്ടില്ല. അടിപൊളി, കറക്റ്റ് കളറാ. എന്നാലും ഉണ്ണി സ്വന്തം സഹോദരിയുടെ വീട്ടിൽ കയറി മോട്ടിച്ച് അള്ളാക്ക് നടക്കാത്ത പണിയായിപ്പോയി. ഒരു തെറ്റുമില്ല, ആ തള്ളയുടെ ആക്രാന്തം തീർന്നതാണ്. അല്ല അത് കരഞ്ഞറിഞ്ഞ് ബോധം പോയിട്ട് തള്ളേനെ ആശുപത്രി കൊണ്ടുപോയെന്ന് കേട്ടത്. എന്റെ ചായ. എൻ്റെ പെങ്ങൾക്ക് 25 പവൻ കൊടുക്കാന്നാ ഞാൻ പറഞ്ഞേ. പിന്നെ നിങ്ങളെല്ലാവരും തന്നൊരു 10 പവൻ. അത്രേ സ്വർണ്ണം അവിടെ വെച്ചിട്ട് ബാക്കിയല്ലേ നമ്മൾ എടുത്തുള്ളൂ. ഈ 65 പവൻ മുക്കുകൊണ്ടവാണെന്ന് ഇനി അവരറിയില്ലല്ലോ. അതെ, എന്നാലും എൻ്റെ പെങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴൊരു വിഷമം. ഒരു വിഷമം വേണ്ട ഉണ്ണിയേണ്ട. സൂരജ് നല്ല പയ്യന, ഒരു തരി പൊന്ന് വേണ്ടെന്ന് അവൻ പറഞ്ഞില്ലേ. പിന്നെന്താ, ശാരീവം പൊന്നുപോലെ നോക്കിക്കോളൂ. അതാ ഒരു സമാധാനം. ആ CAമാന്റെ കാര്യം എന്തായി കാണുവാവോ? അതാരാ വന്നത്? നീ എവിടെ ഒന്നും ഞാൻ നോക്കിട്ട് വരാം. ആരാ? ഈ പാർട്ടീസ് കൊള്ളാവൂടെ വേ, നാട്ടുകാരുടെ മുമ്പ് എന്നെ നാറ്റിക്കരുത് കേട്ടോ. ഇല്ലടോ, എനിക്കറിയാൻ മേലാത്തോണ്ടാ. ഇവന്മാര് കലക്കും. ബെഡ ടീംസാ. പിന്നെ നമസ്കാരം സാർ, ഞാൻ ഉണ്ണി. ആംസാണി വരണം വരണം. ഇതാണോ താൻ പറഞ്ഞ ബെഡാ പാർട്ടീസ്? CI സാറ്, ഇതാണ് ഞങ്ങളുടെ റിഹേഴ്സൽ ക്യാമ്പ്. ഇത് ജിജോ, ഇത് കോയ, ഇതാണ് മനു. ഇതെങ്ങനെ പേടിച്ചു നോക്കുന്നത്? ഞങ്ങൾ നിങ്ങളുടെ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വന്നാ. അങ്ങനെയാണെങ്കിൽ ഓഫീസിലോട്ടിരിക്കാം. തഞ്ചില് വരുന്നില്ലേ? അല്ല, നിങ്ങൾ സംസാരിക്കും. ഞാൻ ഇവരുടെ സെറ്റപ്പ് ഒക്കെ നോക്കട്ടെ. ഇത് തവല അല്ല, ട്രിപ്പിള് തെറ്റിപ്പോയി. പരിപാടി നടക്കട്ടെ. എന്നാണ് സാർ ഈ പ്രോഗ്രാം? വരുന്ന 5-ാം തീയതി ഞങ്ങളുടെ പള്ളിയിലെ വാർഷികമാണ്. 5-ാം തീയതി അല്ലേ? അന്ന് ഞങ്ങൾ ഫ്രീ ആണ് സാർ, വരാം. നിങ്ങളുടെ ഈ പ്രോഗ്രാം ഒക്കെ സോഷ്യൽ മീഡിയ നല്ല വൈറലായതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര നിർബന്ധമാണ് നിങ്ങളെ തന്നെ ബുക്ക് ചെയ്യണമെന്ന്. സംഭവം ഗംഭീരമായിരിക്കണം കേട്ടോ. ഉറപ്പായിട്ടും സാർ.
ഇരിക്കും സാർ. ആ പാട്ടരങ്ങ്. ഈ പാട്ടരങ്ങ് എന്ന് പറയുമ്പോ പാട്ട് മാത്രമുള്ളോ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഒരു ഡെയിലി ചുറ്റി എടുത്തുണ്ട് സാറേ. ഇല്ലേ? നമുക്ക് പോവാം. ആ കഴിഞ്ഞോ? ആ എന്നാ ശരി, ശരി. പിന്നെ വരാം. താൻ എന്നെ ഇവരുടെ ട്രൂപ്പിൽ ചേരാൻ തീരുമാനിച്ചോ? എവിടെ ഞാനും ഉണ്ണി ഇപ്പൊ ബന്ധുക്കാരല്ലേ, അതെ. അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരണ്ടേ? ഓ വന്നില്ലെങ്കിൽ ഇവരെന്നെ ഇങ്ങോട്ട് വരുത്തും അല്ലേ? ശരി എന്നാ. ആ ഓ. ആ, അയ്യോ. ഞാൻ റമ്മടിച്ചാ സാറേ. അല്ല റമ്മടിച്ചാ സാറേ. ആ അയാൾക്ക് നമ്മളെ സംശയമുണ്ട്. അന്ന് കല്യാണത്തിനിടയിൽ അയാൾ എന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതെ, ഇയാള് പരിപാടി ബുക്ക് ചെയ്യാമെന്നല്ല, നമുക്കൊരു കെണിയായിട്ട് വന്നാ. കെണി ഒരു കീരയിട്ടുകൊണ്ട് ഉറക്കം കളഞ്ഞാടിയിരിക്കട്ടെ പോയേക്ക. അയാളെ പൂട്ടാനുള്ള നേരമായി. ഈ ഇടവകയിലെ കുടുംബിനികളുടെ പ്രധാന പ്രശ്നം ദാമ്പത്യ വിഷയങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ പേര് വീട്ടിൽ ചെന്ന് ആരും ഭാര്യമാരുടെ മെക്കിട്ട് കയറരുത്. സമൂഹത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചത്. കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം. പക്ഷേ പല കുടുംബങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത് കമ്പമാണ്. വടംവലി മത്സരം പോലെ പിന്നോട്ട് പോകുമ്പോൾ മാത്രം വിജയിക്കുന്ന ഒന്നാണ് ദാമ്പത്യം. പരസ്പരമുള്ള തോൽവിയാണ് ദാമ്പത്യ വിജയത്തിന് ആധാരം. പെണ്ണ് കെട്ടാത്ത അച്ഛനെങ്ങനെയാ ദാമ്പത്യത്തെ കുറിച്ച് ഇത്ര വിശദമായിട്ട് അറിയുന്നത്? പെണ്ണുങ്ങളുടെ കുമ്പസാരകഥകളല്ലേ സ്ഥിരം കേൾക്കുന്നേ, പിന്നെ കിട്ടുന്നേ. ഓ അത് നേരാ. സ്നേഹത്തോടൊന്ന് ചിരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ പല കുടുംബങ്ങളിലെയും പ്രശ്നങ്ങൾ. സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പറ്റി എന്നോട് കുമ്പസരിക്കാറുണ്ട്. ഈ ദാമ്പത്യ ജീവിതത്തിൽ മൗനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ ഭാര്യമാർ മനസ്സിലാക്കണം. വാക്ക് വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാണ്. ഈ മൗനം എന്ന് പറയുന്നത് ആണുങ്ങൾക്കും ബാധകമാണ് അച്ചോ. അതെ, പക്ഷേ ദാമ്പത്യ ജീവിതത്തിലെ വിശ്വാസവഞ്ചന കർത്താവ് ഒരിക്കലും പൊറുക്കില്ല. ഒരു വിള നശിച്ചാൽ 1 വർഷത്തേക്ക്, ഒരു പരീക്ഷയിൽ തോറ്റാൽ അടുത്ത പരീക്ഷ വരെ, ഒരു നേരത്തെ ഭക്ഷണ പാചകം മോശമായാൽ നമുക്ക് വീണ്ടും കുക്ക് ചെയ്യാം. പക്ഷേ ദാമ്പത്യ ജീവിതം പാളിയാൽ അത് മരണം വരെ നിലനിൽക്കും. അത് മറക്കരുത്. സ്വന്തമെന്ന് കരുതി ജീവിതത്തിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും അമൂല്യമായ നിമിഷങ്ങളാണ് ഓരോ വിവാഹവും. പിന്നെ ഈ കുരിശിനെ ചമക്കുന്നല്ലേ അമൂല്യ നിമിഷം. ഒരാളുടെ ഒരു ദിവസത്തെ യാത്രകളിൽ ഏറ്റവും മനോഹരമാണ് സ്വഭവനത്തിലേക്കുള്ള യാത്ര. ആ ഭാഗ്യം ഇവിടെ എത്ര പേർക്കുണ്ട്? പലരും സാത്താന്റെ വീട്ടിൽ കയറുന്ന പോലെയല്ലേ സ്വന്തം വീട്ടിൽ ചെന്ന് കയറുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കണം. ദൈവത്തെ അടുത്തറിയാനുള്ള അവസരമാണ് ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും. അതുകൊണ്ട് പരസ്പര വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും മനസ്സും ശരീരവും പങ്കുവച്ച് കർത്താവിന്റെ നല്ല കുഞ്ഞാടുകളായി ജീവിതം കെട്ടിപ്പടുക്കുവാൻ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലച്ചോ, ഈ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുള്ളവർക്കല്ലേ ക്ലാസ് എടുത്തത്? അതെ, ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ക്ലാസ് ഒക്കെ കൊള്ളായിരുന്നു. പക്ഷേ ഒരു സംശയം. ചോദിച്ചോളൂ. ഞാനും ക്ലാരയും തമ്മിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് അച്ഛനോട് ആരാ പറഞ്ഞേ? കുംഭസാര രഹസ്യം പുറത്തു പറഞ്ഞാൽ കർത്താവ് പൊറുക്കില്ല സണ്ണി. ഈ ദാമ്പത്യത്തിലും സാമ്പത്തികത്തിലും വിഷയമുള്ള സ്ത്രീകളാണ് കുഞ്ഞാടുകളായി ദൈവസന്നിധിയിൽ അഭയം തേടുന്നത്. അപ്പൊ ഇങ്ങേരിതെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള കളിയായിരുന്നല്ലേ?